ഓക്കെ, സോ ടൈറ്റിൽ ആൻഡ് തംബ്നെയിൽ കണ്ട് കാണും എന്തിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാകും. കുറച്ച് ലേറ്റ് ആയിപ്പോയി, ബട്ട് സ്റ്റിൽ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുമല്ലോ. സോ മേ ബി ഇതിനെക്കുറിച്ച് അറിയാത്തവർ ഇപ്പോഴും ഉണ്ടാകാം, അവർക്ക് ഹെൽപ്ഫുൾ ആകും. അല്ലെങ്കിൽ അറിയാവുന്നവരാണെങ്കിലും ഇതിന് എന്തെങ്കിലും ചെറിയൊരു പോയിന്റ് എങ്കിലും പുതിയൊരു ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആയിട്ടും നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇതിനെക്കുറിച്ച് എൻ്റെ തോട്ട്സും കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് കുറച്ച് ആഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും എല്ലാം കളക്ട് ചെയ്തിട്ട് ജസ്റ്റ് ന്യൂസിൽ വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടല്ല, ഇതിനെക്കുറിച്ച് ഇൻഡെപ്ത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ മേ ബി ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന പോസിബിലിറ്റീസും കുറച്ച് കാര്യങ്ങൾ എല്ലാം കൂടെ ആഡ് ചെയ്തുകൊണ്ടുള്ളൊരു എൻ്റെ ഒരു ഒപ്പീനിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. യോർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോ. തുടങ്ങാം. സോ മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് ബ്ലാക്ക് ഔട്ട് ഇഷ്യൂ, ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത്. ലാസ്റ്റ് 1 വീക്ക് ആയിട്ട് IT ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രീസിലും ഏറ്റവും ടോപ്പ് ഹെഡ്ലൈൻസിൽ വന്ന ന്യൂസ് ആണിത്. സോ ഐ ഡോണ്ട് നോ ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്ന്. ബട്ട് റീസെൻ്റ്ലി എന്ന് പറയുമ്പം ഞാനൊരു 2 വീക്സ് ബാക്ക് കണ്ടൊരു മൂവി ഉണ്ട്, ലീവ് ദ വേൾഡ് ബിഹൈൻഡ് എന്ന്. ഐ തിങ്ക് നെറ്റ്ഫ്ലിക്സിലാണെന്ന് തോന്നുന്നു ഞാൻ ഈ മൂവി കണ്ടത്. ആൻഡ് ഈ മൂവി കണ്ടിട്ട് ഞാൻ കുറച്ച് നേരം ആലോചിച്ചു പോയി, ആ മൂവിയിൽ കണ്ട കാര്യങ്ങൾ ഇൻ റിയാലിറ്റി നടക്കാൻ ചാൻസസ് ഉണ്ടോ, പോസിബിലിറ്റീസ് ഉണ്ടാകുമോ, ഇങ്ങനെയൊക്കെ റിയൽ ലൈഫിൽ സംഭവിക്കുമെന്നൊക്കെ ഞാനും വൈഫും ഡിസ്കസ് ചെയ്തുകൊണ്ട് ആ മൂവി കാണുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ 2 വീക്സ്, അതായത് ജൂലൈ 19 നടന്നത് അതേപോലത്തെ ഒരു ഇൻസിഡൻ്റ് ആണ്. ആ മൂവിയിൽ കാണിച്ച അതേപോലത്തെ ഒരു സിമിലർ ഇൻസിഡൻ്റ് ആണ് നടന്നത്. വിൻഡോസ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഈ ബ്ലാക്ക് ഔട്ട് ഇഷ്യൂ. ഇവിടെ ഇവന്തോ അത്രയും വലിയൊരു ഇമ്പാക്റ്റ് എന്ന് പറയുമ്പം ഈ ഒരു ഇഷ്യൂ ഉണ്ടായത് ഒരു കമ്പനിയുടെ ഒരു സോഫ്റ്റ്വെയറിലാണ്. ഇവന്തോ ഒരു കമ്പനി ആണെങ്കിലും ഓൾമോസ്റ്റ് 5000 ഡിഫറെൻറ്റ് കമ്പനീസ് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അത്രയും കമ്പനീസ് ആണ് ഇതിൽ എഫക്റ്റ് ആയിട്ടുള്ളത്. സോ അതിൽ കാണിച്ചതുപോലെ അത്രയും വലിയൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിലും ബട്ട് എവിടെയൊക്കെയോ ഇതൊരു ബിഗിനിങ് ആണെന്ന രീതിയിലാണ് നമുക്ക് പല കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഇൻഡെപ്ത് ആയിട്ട് ഇരുന്ന് കൂളായിട്ട് ഇരുന്നൊന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. സോ ഇവിടെ ജൂലൈ 19 ഉണ്ടായ ഈ വിൻഡോസ് ഇഷ്യൂ അല്ലെങ്കിൽ വിൻഡോസ് ബ്ലാക്ക് ഔട്ട് ഇഷ്യൂ, ബ്ലൂ സ്ക്രീൻ ഇഷ്യൂ ഒരു പർട്ടിക്കുലർ ക്ലൗഡ് ബേസ്ഡ് കമ്പനി, ക്രൗഡ് സ്ട്രൈക്ക് എന്ന കമ്പനിയുടെ ഒരു സോഫ്റ്റ്വെയറിൽ ഉണ്ടായ ഒരു ഗ്ലിച്ച് ആണ്. ഇവിടെ ഇപ്പോൾ ഈ ക്രൗഡ് സ്ട്രൈക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ടോപ്പ് കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലെവലിൽ ഇന്റർനെറ്റ് സെക്യൂരിറ്റി, ഓൺലൈൻ ക്ലൗഡ് ബേസ്ഡ് സെക്യൂരിറ്റി ഓഫർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ ടെക്നിക്കലി പറയുവാണെങ്കിൽ സെക്യൂരിറ്റി, മറ്റ് കമ്പനീസിന് സെക്യൂരിറ്റി ഓഫർ ചെയ്യുന്ന ഒരു കമ്പനിക്കാണ് ഈ പണി കിട്ടിയത്. സോ ഈ കമ്പനിയുടെ വിൻഡോസ് ബേസ്ഡ് OSൽ ഇൻസ്റ്റാൾ ചെയ്ത സെക്യൂരിറ്റി സോഫ്റ്റ്വെയറിൽ ഒരു സെൻസർ കോൺഫിഗറേഷൻ അപ്ഡേറ്റ് റീസെന്റ് നടന്നായിരുന്നു. ഇത് ഇവരുടെ ഫാൽക്കൺ എന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിലാണ് ഈ പുതിയൊരു അപ്ഡേറ്റ് വന്നത്. സോ ഈ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഇഷ്യൂസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് നോട്ടീസ് ചെയ്യാൻ. അതും ചെറിയ സ്കെയിലൊന്നുമല്ല, ലാർജ് സ്കെയിലാണ്. ബില്യൺസ് ഓഫ് ലാപ്ടോപ്സ് അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് എഫക്റ്റ് ആയിട്ടുള്ളത്. ഇത് കാരണം വിൻഡോസ് PCs ക്രാഷ് ആകുന്നു, BSOD എറേഴ്സ് വരുന്നു, റീസ്റ്റാർട്ട് ആകുന്നു, റീസ്റ്റാർട്ട് ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ ഇഷ്യൂസ് ആണ് ജൂലൈ 19 മേജർ കോർപ്പറേറ്റ് കമ്പനീസ് ഫേസ് ചെയ്തത്. ആ ടൈമിൽ ഈ അപ്ഡേറ്റ് നടന്ന ടൈമിൽ ഓൺലൈൻ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ കമ്പ്യൂട്ടേഴ്സും എഫക്റ്റ് ആയിട്ടുണ്ട്. സോ കമ്പനി പറയുന്നത് ഫാൽക്കൺ പ്ലാറ്റ്ഫോമിന്റെ വേർഷൻ 7.11 മേലോട്ടുള്ള കമ്പ്യൂട്ടേഴ്സ്, അതായത് പർട്ടിക്കുലർ വേർഷന് മേലോട്ടുള്ള എല്ലാ സിസ്റ്റംസും എഫക്റ്റ് ആയിട്ടുണ്ടെന്നാണ്. ഇത് ഫസ്റ്റ് ഓസ്ട്രേലിയയിലാണ് റിപ്പോർട്ട് ചെയ്തത്. അവിടുന്ന് സ്ലോലി UK, US, പിന്നെ ഓൾമോസ്റ്റ് ഗ്ലോബലി എല്ലാ കൺട്രീസിലും ഇത് റിപ്പോർട്ട് ചെയ്തു. ഈവൻ ഇന്ത്യയിലും പല ടോപ്പ് മോസ്റ്റ് കമ്പനീസ് എഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ ഈ ക്രൗഡ് സ്ട്രൈക്ക് എന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ടോപ്പ് 50 to 60 കമ്പനീസ് ആണുള്ളത്. UK സൈഡ് നോക്കുവാണെങ്കിൽ അറൌണ്ട് 1600 കമ്പനീസ് ആണ് UKയിൽ ക്രൗഡ് സ്ട്രൈക്ക് എന്ന കമ്പനിയുടെ ക്ലൗഡ് ബേസ്ഡ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഇൻ ടോട്ടൽ നോക്കുവാണെങ്കിൽ ഗ്ലോബലി അറൌണ്ട് 5000 കമ്പനീസിന് മേലെ 5000 ടോപ്പ് മോസ്റ്റ് കോർപ്പറേറ്റ് കമ്പനീസ് ആണ് ക്രൗഡ് സ്ട്രൈക്ക് എന്ന കമ്പനിയുടെ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. സോ ഇത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളമാണ് ഈ ഇമ്പാക്ട് സ്കെയിൽ എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്തിനെ എന്തോ ഒരു പുതിയൊരു സംഭവമായിട്ടാണ് ന്യൂസ് ചാനൽസിലെല്ലാം പറയുന്നത്. BSOD എറേഴ്സ് വരുന്നു, ഇതിനെ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എന്നാണ് വിളിക്കുന്നത്. ഭയങ്കര ഒരു ഹൈപ്പ് കൊടുത്തുകൊണ്ടാണ് പറയുന്നത്. ആക്ച്വലി ഒരു PC അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർക്കറിയാം, ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് അല്ലെങ്കിൽ BSOD എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന ഒരു എററാണ്. അതൊരു ബേസിക് സംഭവമാണ്. ബേസിക് ആയിട്ട് കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സമയത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് എന്ത് റെസ്പോണ്ട് ചെയ്യാത്ത സമയത്ത് വരുന്ന ഒരു എററാണ് BSOD. ജസ്റ്റ് അതിലെ മാറ്റർ സെയിം ആയിരിക്കും. നമ്മൾ താഴെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
ചെറിയൊരു മെസ്സേജ് ഉണ്ടാകും, കോഡ് ഉണ്ടാകും. ആ കോഡാണ് ആക്ച്വലി എന്താണ് എറർ എന്നുള്ളത് ഡിപിക്റ്റ് ചെയ്യുന്നത്. സോ അത് വിൻഡോസ് സോഫ്റ്റ്വെയറിൽ തന്നെ ഇത് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ എങ്ങോട്ട് പോകണം, ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ വർക്ക് ആകുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ വന്നു, ഹാർഡ്വെയർ ബേസ്ഡ് ആകാം, സോഫ്റ്റ്വെയർ ബേസ്ഡും ആകാം, മെമ്മറി ഇഷ്യൂസ് ഉണ്ടെങ്കിലും വരാം, GPU ഇഷ്യൂസ് ഉണ്ടെങ്കിലും വരാം, CPUയുടെ എന്തെങ്കിലും CPU ഇന്റേണലി എന്തെങ്കിലും ക്രാഷ് ആവണമെങ്കിൽ, ഏതെങ്കിലും പ്രോഗ്രാം ക്രാഷ് ആവുകയാണെങ്കിലും വരാം, സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളത് ഓഫ് കോഴ്സ് അങ്ങനെയും വരാം, വൈറസ്, മാൽവെയർ, ട്രോജൻ ഇതുപോലത്തെ സംഭവങ്ങൾ വെച്ച് PC എഫക്റ്റ് ആവുകയാണെങ്കിലും ഉണ്ടാകാം. സോ ഈ BSOD എന്ന് പറയുന്നത് കോമൺ ആയിട്ടൊരു എറർ ആണ്. ക്രൗഡ് സ്ട്രൈക്ക് എന്ന കമ്പനിയുടെ ഇത് കാരണം ഫസ്റ്റ് ടൈം ഒന്നും അല്ല ഈ BSOD വരുന്നത്. BSODയിൽ ആ പർട്ടിക്കുലർ എറർ വന്നേക്കുന്നത് ഈ ക്രൗഡ് സ്ട്രൈക്ക് എന്ന കമ്പനിയുടെ ഫാൽക്കൺ ബേസ്ഡ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയറിലെ ഒരു പാച്ച് അപ്ഡേറ്റ് കാരണമാണ് വന്നത്. സോ ഇത് മോസ്റ്റ്ലി എഫക്ട് ചെയ്തേക്കുന്നത് വലിയ കോർപ്പറേറ്റ് കമ്പനീസ് ആണ്. അതിലിപ്പോൾ വലിയ വലിയ ഹോസ്പിറ്റൽ ചെയിൻസ് ഉണ്ട്, ഹോട്ടൽ ചെയിൻസ് ഉണ്ട്, മെയിൻലി വേൾഡ് വൈഡിലെ എയർലൈൻസ്, മീഡിയ ഏജൻസീസ് ഇതെല്ലാം എഫക്ട് ആയിട്ടുണ്ട്. കോർപ്പറേറ്റ് ലെവലിലാണ് എഫക്ട് ആയത്, കൺസ്യൂമർ ലെവലല്ല. നിങ്ങളുടെ നോർമൽ PCയിലൊന്നും ഈ സംഭവം ഉണ്ടാകത്തില്ല. ക്രൗഡ് സ്ട്രൈക്ക് എന്ന കമ്പനിയുടെ സെക്യൂരിറ്റി റിലേറ്റഡ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന കോർപ്പറേറ്റ് ലാപ്ടോപ്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് PCസിലാണ് ഈ ഇഷ്യൂ ഉണ്ടായത്, നിങ്ങളുടെ PCയിലൊന്നും അല്ല. സോ നോർമൽ കൺസ്യൂമേഴ്സ് ന്യൂസും കാര്യങ്ങളും കണ്ടിട്ട് BSOD വരുന്നോ ഇല്ലയോ നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും BSOD വരാം, പക്ഷേ അത് ഈ ക്രൗഡ് സ്ട്രൈക്കിന്റെ ഇതാണെന്നും നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങളുടെ PCസിലൊന്നും വരത്തില്ല. സിമിലർലി ഈ ഇഷ്യൂ ഉണ്ടായ നെക്സ്റ്റ് പെട്ടെന്ന് തന്നെ ക്രൗഡ് സ്ട്രൈക്ക് അതിനുള്ള റെക്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ അതിനെ എങ്ങനെ റോൾ ബാക്ക് ചെയ്യാം, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് അപ്ഡേറ്റ് വന്നതിന് റോൾ ബാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. സോ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതെല്ലാം ഓൾറെഡി പ്രസ് റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ഒരു ഔട്ടേജ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ഔട്ട്, ടു ബി ഫ്രാങ്ക്, ഇത്രയും വർഷത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇത്രയും മാസീവ് രീതിയിൽ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളും, എയർലൈൻസ് ഫ്ലൈറ്റ്സ് ഷട്ട് ഡൗൺ ചെയ്യുന്നു, ഹോസ്പിറ്റൽസിൽ ഇഷ്യൂസ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ട്, ഈവൻ ഫ്ലൈറ്റ്സിൻ്റെ ബോർഡിംഗ് പാസ് നോക്കുവാണെങ്കിൽ പഴയ രീതിയിലെ പേന കൊണ്ട് എഴുതിയാണ് ബോർഡിംഗ് പാസ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയും ലാർജ് സ്കെയിലുള്ള ഒരു ബ്ലാക്ക് ഔട്ട് ഫോർ മീ ഇത് ഫസ്റ്റ് ടൈം ആണ്. നമുക്ക് മേ ബി ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും, പക്ഷേ ഈ ക്രൗഡ് സ്ട്രൈക്കിന്റെ CEOക്ക് ഇത് സെക്കൻഡ് ടൈം ആണ്. ബിക്കോസ് ഈ പുള്ളിക്കാരൻ വേറൊരു ഇന്റർനെറ്റ് സെക്യൂരിറ്റി കമ്പനി ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, മെക്കാഫി എന്നുള്ളത്. സോ മെക്കാഫയിലെ ചീഫ് ടെക്നിക്കൽ ഓഫീസർ ആയിരുന്നു 2010-ൽ. സോ 2010-ൽ ഇതേപോലെ ആന്റിവൈറസിന്റെ ഒരു അപ്ഡേറ്റ് കാരണം കുറേ കമ്പ്യൂട്ടേഴ്സ് ക്രാഷ് ആയിട്ടുണ്ട്. അന്നത് വിൻഡോസ് XP ബേസ്ഡ് കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു ക്രാഷ് ആയത്. ഒബ്വിയസ്ലി 2010 എന്നൊക്കെ പറയുമ്പം സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഇത്രയും ഹൈ ഒന്നും അല്ലായിരുന്നു. സോ അതുകൊണ്ട് ആ ന്യൂസ് അത്രയ്ക്ക് പുറത്ത് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് മെക്കാഫി എന്ന കമ്പനീനെ ഇന്റൽ പർച്ചേസ് ചെയ്തു. ആൻഡ് 2012-ൽ ജോർജ് കുർട്സ് പുള്ളിക്കാരനാണ് ക്രൗഡ് സ്ട്രൈക്കിന്റെ CEO. മെക്കാഫി എന്ന് മാറി ക്രൗഡ് സ്ട്രൈക്ക് എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് 2012-ലാണ്. സോ പുള്ളിയുടെ പ്രസൻസിൽ ലോങ് ബാക്ക് ഇതേപോലത്തെ ഒരു ഇഷ്യൂ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. എനിവേസ് ആസ് ഓഫ് നോ ഈ ഇഷ്യൂ എന്തായാലും റിസോൾവ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിന് ചെയ്യേണ്ട റോൾ ബാക്ക് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് ക്രൗഡ് സ്ട്രൈക്ക് ഓൾറെഡി പബ്ലിക് ആക്കിയിട്ടുണ്ട്. ആൻഡ് കോമൺ പബ്ലിക് ഈ BSODയും കാര്യങ്ങൾ കേട്ട് പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ, റിയലി ഈ ഇൻസിഡൻറ്റും ഞാൻ നേരത്തെ പറഞ്ഞ ആ മൂവിയും കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് മൈൻഡിൽ വെച്ച് നോക്കുമ്പം ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഹൗ സേഫ് ആർ വി? വാട്ട് എവർ ഇറ്റ് ഈസ്, ഇന്റർനെറ്റ് ത്രൂ എന്തൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നു ഇതൊക്കെ എത്ര സേഫ് ആണ്? ഓർ നമ്മൾ ഈ എൻജോയ് ചെയ്യുന്ന ഫെസിലിറ്റീസ്, ലേറ്റസ്റ്റ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ AI ബേസ്ഡ് അപ്ലിക്കേഷൻസ്, AI ബേസ്ഡ് റോബോട്ട്സ് എന്തൊക്കെയാണ് വരുന്നത്, ഇതൊക്കെ എത്ര സേഫ് ആയിരിക്കും? ബിക്കോസ് ഇതെല്ലാം അറ്റ് ദി എൻഡ് ഒരു കോഡിംഗ് അല്ലെങ്കിൽ ഹ്യൂമൻ ബേസ്ഡ് എക്സ്റ്റേണലി നമ്മൾ തന്നെ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. AI ആണെങ്കിലും നമ്മൾ തന്നെയാണ് ട്രെയിൻ ചെയ്യുന്നതും. സോ അതിലെ പോസിബിലിറ്റീസ് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ട്രൂലി അമേസിംഗ് ആണ്. പക്ഷേ എന്നാലും ഇതുപോലത്തെ എന്തെങ്കിലും ഇഷ്യൂ, ഇതുപോലത്തെ എന്തെങ്കിലും ബ്ലാക്ക് ഔട്ട് ഓർ സൈബർ സ്ട്രൈക്ക്, സൈബർ അറ്റാക്ക്, ഹാക്കിംഗ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇമാജിൻ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ടു ബി ഫ്രാങ്ക് ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. ബട്ട് ഇൻഡെപ്ത് ആയിട്ട് നമ്മളൊന്ന് തിങ്ക് ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഞാനൊരു 80s കിഡാണ്, 80s ബോൺ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പഴയ നമ്മൾ മാനുവലി ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. മാനുവലി എന്ന് പറയുമ്പം നമ്മൾ ബാങ്കിലൊക്കെ പോകുമ്പം പണ്ടൊക്കെ പാസ്ബുക്ക്, ലെഡ്ജർ ബുക്കിലൊക്കെ എഴുതുന്ന ആ ഒരു പ്രൊസീജിയർ ഉണ്ട്, അതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ലേറ്റസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല, നമുക്ക് മൊബൈലിൽ തന്നെ ആപ്പിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം, ട്രാൻസാക്ഷൻസ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കാം, എല്ലാം നമുക്ക് ഈസിലി ജസ്റ്റ് ഒരു ക്ലിക്ക് ഓഫ് ബട്ടണിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതൊക്കെ മാനുവലി ചെയ്തുകൊണ്ടിരുന്ന, മാനുവലി ഓരോ ട്രാൻസാക്ഷനും പേരും കാര്യങ്ങളും എഴുതിക്കൊണ്ടിരുന്ന, എത്രയാണ് ട്രാൻസാക്ഷൻ, ആർക്കാണ് അയച്ചത്, പുള്ളിക്കാരൻ്റെ ബാങ്ക് അക്കൗണ്ട് ID, അയച്ച ആളുടെ അക്കൗണ്ട് നമ്പറും ഡേറ്റും കാര്യങ്ങളും ഇതെല്ലാം ഇപ്പം ഡിജിറ്റൽ ആയിട്ടുണ്ട്. ഇതൊക്കെ ഓബ്വിയസ്ലി നല്ല കാര്യം തന്നെയാണ്, നമ്മുടെ ലൈഫ് ഈസി ആക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അവിടെയും ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, എന്തെങ്കിലും ഇപ്പം ഈ സംഭവം ഉണ്ടായതുപോലെ നമ്മുടെ ബാങ്കിലെ സെർവർ അവിടെ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു ഹാക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുവാണ്, കംപ്ലീറ്റ് ഡേറ്റ തന്നെ ഇറേസ് ആയി പോവാണ്, ബാങ്കിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് സെർവറിൽ നിന്ന് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, എത്ര ക്യാഷ് ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഇൻ കേസ് ജസ്റ്റ് വാനിഷ് ആവുകയാണെങ്കിൽ
എന്തായിരിക്കും അവസ്ഥ? ബാങ്കിൻ്റെ മാത്രം ഡേറ്റ അല്ല, നമ്മൾ എത്രത്തോളം ഡെയിലി പേഴ്സണൽ യൂസിൽ തന്നെ നമ്മുടെ ഡേറ്റ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ടെക്നിക്കലി അഡ്വാൻസ് തന്നെയാണ്. സെർവേഴ്സ് ഉണ്ടെന്ന് പറയും, ബാക്കപ്പ് ഉണ്ടെന്ന് പറയും. ഇതെല്ലാം പറയുമ്പോഴും വേൾഡിലെ തന്നെ ടോപ്പ് മോസ്റ്റ് സെക്യൂരിറ്റി മാനേജ് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിക്കാണ് ഇപ്പോൾ ഈ പണി കിട്ടിയത്. ഇതുപോലത്തെ ഡേറ്റയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇതുപോലത്തെ ടാമ്പറിംഗ് നടക്കാൻ ഈസിയാണ്. പോസിബിലിറ്റീസ് മില്യൺസ് ഓഫ് പോസിബിലിറ്റീസ് ഉണ്ട്. ഈവൻ ആ മൂവിയിൽ ഒരു സീൻ ഉണ്ടായിരുന്നു, ഓട്ടോമേറ്റഡ് വെഹിക്കിൾസ്. ഒരു കമ്പനി മാനുഫാക്ചറർ പ്രൊഡക്ഷൻ ലൈൻ റെഡിയാക്കുന്ന വെഹിക്കിൾസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഓൺ ആവുന്നു, റോഡിൽ ഇറങ്ങുന്നു, ഇടിക്കുന്നു. അത്രയും വെഹിക്കിൾസ് ഫുൾ ഹൈവേയിൽ, ആ ഒരു സീൻ ജസ്റ്റ് ആ മൂവി കാണുവാണെങ്കിൽ മനസ്സിലാവും. അത്രയും വെഹിക്കിൾസ് ഓട്ടോമാറ്റിക്കലി ഇറങ്ങി ഇടിച്ച് നിൽക്കുവാണ്. അപ്പം ശരിക്കും ഈ ഓട്ടോമേറ്റഡ് വെഹിക്കിൾസിൽ ഇരുന്ന് നമ്മൾ ഇൻ കേസ് പോവുകയാണെങ്കിൽ എത്രത്തോളം സേഫ് ആണ്? അതിൽ എന്തെങ്കിലും ഇതുപോലെ ഗ്ലിച്ച് ഉണ്ടാകുമോ? ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? സോ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസും കുറേ ഡൗട്ട്സും ആ മൂവി കണ്ടു കഴിഞ്ഞ് ഈ ഒരു ഇൻസിഡൻസും കൂടെ അറിഞ്ഞപ്പം കുറേ ഡൗട്ട്സ് ഇങ്ങനെ വന്നു. കുറേ കാര്യങ്ങൾ എൻ്റെ മൈൻഡിൽ വന്നു. ഇവൻ ഇപ്പം NVIDIA AI ബേസ്ഡ് റോബോട്ട്സ് നഴ്സിംഗ് ഫീൽഡിൽ ഇറക്കുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങളും പുതിയ സംഭവങ്ങൾ വരുന്നുണ്ട്. സോ ഐ ഡോണ്ട് നോ, അത് സേഫ് ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ അതിൽ ഇതുപോലത്തെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ടാമ്പറിംഗ്, ഹാക്കിംഗ് ഓർ സൈബർ അറ്റാക്ക് പോസിബിൾ ആകുന്ന രീതിയാണെങ്കിൽ വലിയൊരു കാറ്റാസ്ട്രോഫിക് ഫെയിലിയർ തന്നെ ആയിരിക്കും. സോ ഐ ഡോണ്ട് നോ ഇതിൻ്റെ എൻഡിങ് എന്താണെന്നുള്ളത്. എനിക്ക് ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് കൺവേ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മുടെ യൂസേജ് റെസ്ട്രിക്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ബി സേഫ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. പിൻ നമ്പേഴ്സ്, പാസ്വേഡ്സ് ഒക്കെ ഷെയർ ചെയ്യാതിരിക്കുക. ഈവൻ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആകട്ടെ, ക്ലോസ് റിലേറ്റീവ്സ്, ഹസ്ബൻഡ്, വൈഫ്സ്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ്ലി ഡേറ്റ റിലേറ്റഡ് കാര്യങ്ങൾ നമ്മൾ പേഴ്സണലായിട്ട് വെക്കുന്നതാണ് ബെസ്റ്റ്. സോ എനിവേസ് കൂടുതലൊന്നും പറയാനില്ല. ഇത് പെട്ടെന്ന് ഞാൻ ആ മൂവിയും ഇതെല്ലാം കൂടെ ഒന്ന് കോറിലേറ്റ് ചെയ്തപ്പം ജസ്റ്റ് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. എനിവേസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ആസ് ഓൾവേസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.